ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ക്യാപ്സിക്കം റൈസ് എന്നും നമുക്ക് വേണേൽ പറയാം. പക്ഷെ നമ്മളിതിൽ ക്യാപ്സിക്കം മാത്രമല്ല, ക്യാപ്സിക്കവും ക്യാരറ്റും കൂടി ഇട്ടിട്ട് നമ്മളൊരു ഫ്രൈഡ് റൈസ് രീതിയിൽ നമ്മൾ വെച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള സംഗതികളൊന്നും ഇല്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഒരു ക്യാപ്സിക്കം, ക്യാരറ്റും പിന്നെ നമ്മുടെ ബസ്മതി റൈസ്, ഓണിയനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, എങ്ങനെയാണെന്ന് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ നമ്മളൊന്ന് അരിഞ്ഞെടുക്കുവാണ്. അപ്പോൾ ആദ്യം തന്നെ സവാള നമ്മൾ ഇത്ര അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് 2 സവാളകളും ഉണ്ട്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ക്യാപ്സിക്കം ആണ്. ക്യാപ്സിക്കം ഇതുപോലെ തന്നെ നമ്മൾ ഒത്തിരി നീളത്തിലല്ല, ആ നീളത്തിൽ നമ്മൾ അരിഞ്ഞിട്ട് തന്നെ നടുക്കൂടെ ഒന്നുകൂടെ ഹാഫ് ആക്കിയതാണ്. അത്രയും കഷ്ണങ്ങളാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം കേട്ടോ. പിന്നെ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് ചെറുതാക്കി അരിഞ്ഞിടണമെങ്കിൽ അങ്ങനെ ഇടാം, ഗ്രേറ്റ് ചെയ്താൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. പിന്നെ ഫ്രൈഡ് റൈസിന് ഒരു കളറൂടെ കിട്ടും നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിടുവാണെങ്കിൽ. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബസ്മതി റൈസാണ്. അപ്പോൾ ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ലോങ് ഗ്രെയിൻ റൈസാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു അരമണിക്കൂർ മുന്നേ എങ്കിലും നമ്മൾ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒന്ന് സോഫ്റ്റ് ആയിട്ട് നമുക്ക് അരി കിട്ടുമ്പോൾ ഒന്ന് സോഫ്റ്റ് ഇതായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റെങ്കിലും മുന്നേ നമ്മളിത് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം. അപ്പോൾ ഇനി ഇത് നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പം 1 ഗ്ലാസ് അരിയാണ് നമ്മൾ ഇട്ടേക്കുന്നതെങ്കിൽ ഒരു 1.25 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കുന്നു. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് സ്വല്പം ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പം അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒട്ടിപ്പിടിക്കാതെ അതുപോലെ കുഴഞ്ഞങ്ങ് പോകത്തില്ലേ, ആ ഒരു രീതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇളക്കുക. സ്പൂണൊന്നും വേണ്ട, നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതിയേ. കുറച്ച് ഉപ്പുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ, ഉപ്പിട്ട് നമ്മൾ വേവിക്കാനാണ്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഒരു വിസിലൊക്കെ മതി, അല്ലെങ്കിൽ 2 വിസിൽ. കാരണം ഫ്രൈഡ് റൈസ് പോലെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി നമുക്ക് കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിലേക്ക് ആവരുത്. കുറച്ചിങ്ങനെ എന്തുവാ അല്ലാതെ തന്നെ നമുക്ക് കിട്ടണം. അത്രയും കുഴയരുത്, വെള്ളം പിടിച്ചിരിക്കരുത്. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഒത്തിരി നേരം വെക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു വിസിൽ വന്നു. അപ്പോൾ നമ്മുടെ അരി ഇവിടെ വെന്തിരിക്കട്ടെ. അപ്പം അന്നേരം തന്നെ നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിലാണ് സവാള വഴറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യാണ് ഒഴിച്ചത്, ഇതിൽ എണ്ണ നമ്മളങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നെയ്യ് ഒഴിച്ചു നമ്മളിനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹാഫ് ഇത് വഴണ്ടിങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ക്യാപ്സിക്കവും പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റൂടെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതും നമുക്ക് ഒന്നിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം.
അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നുകിൽ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ചതച്ച് ചേർക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പേസ്റ്റാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം നമ്മൾ ചേർക്കുവാണേ. ടൊമാറ്റോ അരിഞ്ഞിടേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ സ്വല്പം ഗരം മസാല ചേർക്കുക. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് എരിവില്ലാത്തതാണ് കേട്ടോ, കാശ്മീരി ചില്ലി പൗഡറാണ്. അതിനുശേഷം നമ്മളിപ്പോൾ വേവിച്ച് വെച്ച അരി ഇതിലേക്ക് ഇടുക.
കുറച്ചും കൂടെ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ക്യാപ്സിക്കം ക്യാരറ്റ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാതെ വരും. ബൈ.